ഹായ് ഡിയർ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് നിങ്ങൾക്കൊരു ആളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അത് വേറൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ കുറച്ച് കൃഷി ഞാൻ നിങ്ങളെ കാണിച്ചു തരാനാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. കണ്ടോ, പുള്ളിക്കാരൻ ഞായറാഴ്ചയൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇയാളെ കാണിച്ചു തരാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീടുകളിലൊക്കെ പിടിക്കും. പിന്നെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇപ്പോൾ എല്ലാം പോയി, മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം പോയി. ഇത് മാതളമാണെന്ന് തോന്നുന്നു, മാതളമാണെന്ന് തോന്നുന്നു. എൻ്റെ പേര് കറക്റ്റായിട്ട് ഞാനൊന്ന് ചോദിച്ചിട്ട് ഡീറ്റെയിലായിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഇത് വെണ്ടയ്ക്ക, പിന്നെ ഇതൊക്കെ കാന്താരിയാണേ. പിന്നെ പടവലങ്ങ, പാവയ്ക്ക, പയർ, അങ്ങനെയുള്ള ഐറ്റംസ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മേളിൽ ടെറസിലാണ് ചെയ്യുന്നത് കേട്ടോ. തക്കാളി, പപ്പരയ്ക്ക, ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം പോയി. നമ്മുടെ മഴയായപ്പോഴത്തേക്കും കുറേ പോയി. ഇനിയും പാവം കഷ്ടപ്പെട്ട് ചെയ്യും. ഇത് തക്കാളി, മിക്ക ഐറ്റംസും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതേ മുന്തിരിയാണ് ഈ കരിഞ്ഞിരിക്കുന്നത്, കരിഞ്ഞു പോയെല്ലാം. മഴ സമയത്ത് വെള്ളമൊക്കെ കയറി. പീച്ചിങ്ങ, ഇപ്പോൾ വെറുതെ നമ്മൾ വീട്ടിലിരിക്കുന്ന കുറച്ച് സമയം അച്ചാച്ചി ഞായറാഴ്ച രാവിലെ കയറും. ഞായറാഴ്ച രാവിലെ തൊട്ട് മേളിൽ കയറി ആഴ്ച ഒരു ദിവസം കഷ്ടപ്പെടുന്നതാണ്. നമുക്ക് ഒരുപാട് ഐറ്റം നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടുന്ന്. ഇപ്പോൾ ഈ മഴ സമയത്തെല്ലാം പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വെണ്ടയ്ക്കയും, തക്കാളി, പയർ, പാവയ്ക്ക, ഇത് കറിവേപ്പാണ്. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു അതിഥിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. രാത്രി അതിൻ്റെ ഒരു ദിവസം പൂവ്, പക്ഷേ എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല ഭംഗിയാണ് പൂ, വലിയ താമര പോലെ, നമ്മുടെ ആമ്പലൊക്കെ പോലെ കിളുത്തി വെക്കും പൂ. ചീരയൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാം പോയി. പിന്നെ നമ്മുടെ താഴത്ത് മുരിങ്ങയ്ക്കുണ്ട്, പിന്നെ ഓറഞ്ചുണ്ട്. എല്ലാം ഇത്രേ ഉള്ളൂ. ഇനിയും ഡീറ്റെയിലായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. കുഞ്ഞിനൊക്കെ ഞങ്ങൾ ഇതാണ് കൊടുക്കുന്നത് കേട്ടോ. ബായ്.